في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب. في بيوت അല്ലാഹുവിന്റെ ചില ഭവനങ്ങളിൽ ചില ആളുകളുണ്ട്. ആ ഭവനങ്ങളുടെ അവസ്ഥ എന്താണ്? അദിനല്ലാഹു അൻ തുർഫ, അല്ലാഹുവാണ് നിർണയിച്ചത്, അല്ലാഹുവാണ് നിശ്ചയിച്ചത് ഈ ഭവനങ്ങൾ ഉയർത്തപ്പെടണം, കെട്ടി ഉയർത്തപ്പെടണം. വയുദ്ഖറ ഫീഹാ ഇസ്മുഹു, അവിടെ അല്ലാഹുവിന്റെ ഇസ്മ ഉച്ചരിക്കപ്പെടണം, അവിടെ അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടണം, ദിക്ർ ചൊല്ലപ്പെടണം, അവിടെ അല്ലാഹുവിനെ ഓർക്കപ്പെടണം എന്ന് അല്ലാഹു നിശ്ചയിച്ചു. യുദ്ഖറ ഫീഹാ ഇസ്മുഹു, അവിടെ മറ്റൊന്നും പറ്റില്ല, ദുന്യവിയായ ചർച്ചകൾ അവിടെ പറ്റില്ല. അവിടെ അല്ലാഹുവിനെ കുറിച്ചുള്ള ചർച്ചയാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ്. യുസബ്ബിഹു ലഹു ഫീഹാ, ആ പള്ളികളിൽ അല്ലാഹുവിന്റെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ബിൽ ഗുദുവി വൽ ആസ്വാൽ, രാവിലെയും വൈകുന്നേരങ്ങളിലും. സുബ്ഹ് നിസ്കാരം പിന്നെ ബാക്കി 4 നിസ്കാരങ്ങളും ആസ്വാൽ വൈകുന്നേരത്തിന്റെ ബാക്കികളിലാണ്. ളുഹർ, ലൈറ്റ് ആഫ്റ്റർനൂൺ, അസ്ർ, മഗ്രിബ്, ഇശാ, ഈ സമയങ്ങളിൽ അവിടെ പരിശുദ്ധമായ നിസ്കാരം നടക്കുന്നുണ്ട്. റിജാലുൻ, ആരാണ് അവിടെ ഉള്ളത്? ആരാണ് അവിടെ ഉണ്ടാകുന്നത്? ആരാണ് അവിടെ എത്തേണ്ടത്? ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, ആൺകുട്ടികൾ അല്ലേ? സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ ആൺകുട്ടിയാണ്. തലാത്തുൻ ഫീഹിൻ അന ഫീഹിൻ റജുലുൻ വമാ ഫീ സിവാ ദാലിക അന വാഹിദുൻ മിനൻ നാസ് അല്ലേ? സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് 3 വിഷയത്തിൽ ഞാൻ ആൺകുട്ടിയാണ്, ഞാൻ ആണാണ്, ഞാൻ പുരുഷനാണ്, ബാക്കിയുള്ളതിലൊക്കെ ഞാൻ സാധാരണ ജനങ്ങളിൽപ്പെട്ട ഒരാൾ തന്നെ. ആ ഹദീസ് നമ്മൾ വിവരിച്ചിട്ടുണ്ട്. റിജാലുൻ, അല്ലാഹുവിന്റെ തന്റെ ഇടമുള്ള ആണത്തമുള്ള നല്ല മുഅ്മിനീങ്ങളായ ആളുകൾ. ആരാണവർ? ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഅ അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുന്നതിൽ നിന്ന് അവരെ അശ്രദ്ധമാക്കുന്നില്ല. തിജാറത്തുൻ, കച്ചവടം, വലാ ബൈഅ, അല്ലെങ്കിൽ ഒരു വ്യവഹാരം, ഒരു കച്ചവടമോ മറ്റൊന്നും അവർക്ക് തടസ്സമല്ല. അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കാനും നിസ്കാരം നിലനിർത്താനും സകാത്ത് നൽകാനും ഇതൊന്നും അവർക്ക് തടസ്സമല്ല. കച്ചവടം, കുറച്ചോനെ സകാത്ത് കൊടുത്താൽ എന്റെ കച്ചവടത്തിന്റെ കുറച്ച് ക്യാപിറ്റലും കുറഞ്ഞു പോകുമോ, ഈ ഭയം അവർക്കില്ല തന്നെ. അല്ലാഹുവേ, നിസ്കാരത്തിന് ഞാൻ കടടച്ചു പോയാൽ കുറച്ച് കസ്റ്റമേഴ്സ് നഷ്ടപ്പെടും, ലാഭം കുറഞ്ഞു പോവോ, ആ പേടിയേ അവർക്കില്ല. കച്ചവടത്തിന്റെ വിഷയം ആലോചിച്ച് ദിക്റിന്റെ സദസ്സുകളിലേക്ക് അവർ എത്താതിരിക്കൂല. അവർ അവിടെ എത്തും, അവർ സ്വലാത്തിനെത്തും, അവര് ദുആഇന്റെ മജ്ലിസുകളിലെത്തും, നിസ്കാരങ്ങൾക്ക് അവർ നേരത്തിനെത്തുന്നവരാണ്. യഖാഫൂന യൗമൻ, അവരൊരു ദിവസത്തെ സംബന്ധിച്ച് പേടിയിലാണ്. തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണുകളും കീഴ്മേൽ മറിയുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെക്കുറിച്ച് പേടിയിലാണ്. മഹ്ശറായിൽ അല്ലാഹുവിന്റെ വിചാരണയെക്കുറിച്ച് പേടിയിലാണവർ. ആ ആളുകൾ, അത്തരം ആളുകൾ അല്ലാഹുവിന്റെ തസ്ബീഹ് ചൊല്ലുന്ന ചില ഭവനങ്ങളുണ്ട്. ആ ഭവനങ്ങളിൽ കത്തിക്കപ്പെടുന്ന മിസ്ബാഹ്, വിളക്കുകൾ, ആ വിളക്കുകൾ ചൊരിയുന്ന പ്രകാശം കണക്കയാണ് മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഈമാനിന്റെ ഉദാഹരണമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു തരുന്ന ഉദാഹരണത്തിന്റെ ബാക്കിയാണ് അല്ലാഹു വിവരിക്കുന്നത്. ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലു, അവർ ചെയ്തതിന് ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു കൊടുക്കും. അങ്ങനെയാണ്, ചെയ്തതിനൊരു പ്രതിഫലം അല്ല, ഒരു ചെയ്തതിന് ഏറ്റവും വലിയ പ്രതിഫലം അല്ലാഹു നൽകും. വയസീദഹും മിൻ ഫദ്ലിഹി, കഴിഞ്ഞില്ല, അല്ലാഹുവിന്റെ ഔദാര്യം എമ്പാടും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അല്ലാഹു. വല്ലാഹു യർസുഖു മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്നില്ലേ. ബിഗൈരി ഹിസാബ്, ഒരു കയ്യും കണക്കില്ലാതെ അല്ലാഹു കൊടുക്കുന്നില്ലേ, അല്ലാഹു ഇവർക്ക് കൊടുക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വഅദ് ചെയ്തിരിക്കുകയാണ്. അല്ലാഹു അത്തരം പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ പള്ളിയുമായി ബന്ധപ്പെട്ട ആദാബുകൾ ഇമാമുന ഖുർതുബി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ വിവരിക്കുന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇദാ റഅയ്തുമുർ റജുല യഅതാദുൽ മസ്ജിദ് ഫഷ്ഹദൂ ലഹു ബിൽ ഈമാൻ
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇദാ റഅയ്തുമുർ റജുല, നിങ്ങൾ ഒരാളെ കാണാനിടയായാൽ, യഅതാദുൽ മസ്ജിദ്, സ്ഥിരമായി പള്ളിയുമായി ഇടപഴകി ജീവിക്കുന്ന ആൾ, പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത് അത് അയാളുടെ ആദത്താണ്. യഅതാദ് എന്ന് പറഞ്ഞാൽ അതങ്ങ് ആദത്തായി മാറിയിട്ടുണ്ട്. എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ട്. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. പള്ളിയിൽ മൈക്ക് സെറ്റ്, പള്ളിയിൽ ഹൗലിൽ വെള്ളമുണ്ടോ, പള്ളിയിൽ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടോ, പള്ളിയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടോ, പള്ളിയുടെ വാതിൽ അടച്ചിട്ടുണ്ടോ, ഇങ്ങനെ നോക്കുന്ന പള്ളിയുമായി ഹുബ്ബുള്ള ആളുകൾ അല്ലെ. 7 വിഭാഗത്തിന് അല്ലാഹു തആല അർശിന്റെ തണൽ കൊടുക്കും എന്ന് പറഞ്ഞതിൽ ഒരു വിഭാഗമുണ്ട് അല്ലെ. വമൻ ഖൽബുഹു യഹ്വിൽ മസാജിദ ദായിമ, വമൻ ഖൽബുഹു യഹ്വിൽ മസാജിദ ദായിമ തഅല്ലുഖുഹു ഫീഹാ ബിഗൈരി സവാലി. എപ്പോഴും പള്ളിയുമായി മനസ്സിന് ഭയങ്കര ബന്ധമാണ്, പള്ളിയോടൊരു സ്നേഹമാണ്, ഒരു ഹുബ്ബാൻ. അങ്ങനെ പള്ളിയോട് എപ്പോഴും ഹൃദയം കെട്ടുപണിഞ്ഞിട്ടുള്ള ആളുകൾ, പള്ളിക്ക് എന്തെങ്കിലും മാഷാ അല്ലാഹ് അതിന് ഞാൻ റെഡിയാണ്, പള്ളിയുടെ വിഷയത്തിന് എപ്പോഴും അങ്ങനെ മനസ്സുമായി അള്ളാഹുവിന്റെ പള്ളിയെ ബന്ധപ്പെടുത്തിയ ആൾക്ക് അർശിന്റെ തണൽ അല്ലാഹു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, അല്ലാഹു തആല നമ്മക്ക് സഹായിക്കുമാറാകട്ടെ. അന്നിപ്പോ വലിയ പ്രയാസമുള്ള സംഗതി അല്ലല്ലോ, അത് സാധിക്കൂല എന്ന് തോന്നുന്നുണ്ട് നമുക്ക്. അതൊന്നും എത്ര എളുപ്പമുള്ള വിഷയമാണ്. ഹൃദയത്തിന് ഒരു പൈസക്ക് ചെലവില്ല, സമയത്തിന് ചെലവില്ല, എല്ലാം നമ്മുടെ ഖൽബിന്റെ ഉള്ളിലേക്ക് ആ ഹുബ്ബ് അങ്ങോട്ട് കയറി കിട്ടിയാൽ മതി. യാ അല്ലാഹ്, ദുബൈയില് അവിടെ ഒരു അൽ മക്തൂം ഹോസ്പിറ്റലിന്റെ ബാക്കിൽ ഒരു പള്ളിയുണ്ട്. അവിടെ റോഡ് പണി നടക്കുന്ന സമയം ഒരു പ്രായമുള്ള ഒരാൾ വണ്ടിയിലൂടെ കടന്നു പോവാണ്. അപ്പൊ അവിടെ പൊടി മാറുന്നുണ്ട് പള്ളിയുടെ ചെരുവിലേക്ക്, ചുമരിന്റെ ഭാഗം, ഉള്ളുക്കൊന്നും ആവുന്നില്ല, പള്ളിയുടെ ചെരുവാണ്. അപ്പൊ അവിടുത്തെ ഒരു മുഅദ്ദിനുണ്ട്, നല്ല പ്രായമുള്ളൊരു മനുഷ്യൻ, ഉറുദു സംസാരിക്കുന്ന ആളെന്ന് തോന്നുന്നു അദ്ദേഹം. യാ അല്ലാഹ്, ഒരു വണ്ടി പോകുമ്പോഴേക്കും അവിടെ പൊടിയാവും. അദ്ദേഹം അവിടെ വന്നിട്ട് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി, ഒന്ന് പൊടിയാകുമ്പോഴേക്ക് തുടച്ച് വൃത്തിയാക്കി, വെയിലത്ത് നിന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, എന്തോ പൊടി ആവുന്നതിലെ വിഷമം കൊണ്ട് പറയാൻ. വണ്ടികൾ അങ്ങനെ പോകുന്നുണ്ട്, അദ്ദേഹം ഇങ്ങനെ തുടച്ച്, പ്രായമുള്ളൊരു മനുഷ്യൻ. യാ അല്ലാഹ്, ഇതൊക്കെ ഈമാനിന്റെ വലിയ ലക്ഷണങ്ങളാണ്. അതൊക്കെ മുഅ്മിനീങ്ങൾക്ക് ഈമാൻ അങ്ങേയറ്റം തളം കെട്ടി നിൽക്കുന്ന ഭാഗ്യവാന്മാരുടെ ലക്ഷണങ്ങളാണ്. അള്ളാഹു അവരെ നമ്മയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. നല്ല പ്രായമുള്ള ഒരാളാണ്, കുറെ ഒരു 5-8 കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെ കണ്ട ഓർമ്മ. പക്ഷെ ഞാൻ ആലോചിച്ച് പഠിച്ചോ, ഈ ഹദീസ് മുഅല്ലഖും ബിൽ മസാജിദ്, അവരുടെ അദ്ദേഹത്തിനെ ആലോചിച്ചാൽ മതി, എനിക്ക് വാങ്ങിക്കൊടുത്താൽ മതി, വേറൊന്നും എന്റെ പണിയില്ല എന്ന് ആലോചിച്ചിരുന്നാൽ അദ്ദേഹത്തിന്റെ ജോലിയെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പുറത്തിറങ്ങുകയാണ്, എന്നിട്ട് ഇങ്ങനെ തുടച്ച് വൃത്തിയായിക്കൊണ്ടേയിരിക്കുകയാണ്. പള്ളിയുടെ അവിടെ ആരും നടക്കുന്ന സ്ഥലമൊന്നും അല്ല, പള്ളിയുടെ ചുമരിന്റെ ഒരു ഭാഗം, റോഡിലേക്ക് തെറ്റി നിൽക്കുന്ന ഭാഗം അങ്ങനെ തുടച്ച് വൃത്തിയാക്കുകയാണ്. യാ അല്ലാഹ്, ഇദാ റഅയ്തുമുർ റജുല യഅതാദുൽ മസ്ജിദ, പള്ളിയുമായി മനസ്സ് ബന്ധപ്പെട്ട് പള്ളിക്ക് പോവുകയും വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടാൽ, ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ, ആ മനുഷ്യന് ഈമാൻ ഉണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചോളൂ. ഇന്നല്ലാഹ തആല യഖൂൽ, കാരണം അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നമാ യഅമുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇന്നമാ യഅമുറു മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളികളെ പരിപാലിച്ചു പോരുന്നവർ ആരാണ്? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും ഈമാനുള്ളവർക്കേ അത് ചെയ്യാൻ കഴിയൂ എന്ന് അല്ലാഹു പറഞ്ഞില്ലേ, അതിന്റെ അർത്ഥം തന്നെയാണിത്. അയാൾക്ക് ഈമാനുണ്ടെന്ന് ഉറപ്പിച്ചോളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അത് അല്ലാഹു തആല വലിയ റഹ്മത്തും ബറക്കത്തും ചെയ്യുന്ന ഇടമാണ്.